നിങ്ങൾ ഏത് പാർട്ടിക്കാരാണെങ്കിലും ശരി, PSC എക്സാം എഴുതുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില മഹാത്മാക്കളായ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അവരെ നമുക്ക് മനസ്സിലാക്കാം. കാറൽ മാക്സ്, ദാസ് ക്യാപിറ്റൽ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നീ ഗ്രന്ഥങ്ങളുടെ രചയിതാവ്. മാർക്സിന്റെ ആശയങ്ങൾ മാർക്സിസം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഫിക്ഷനും നോൺ ഫിക്ഷനും എഴുതിയ ആൾ, വിപ്ലവ സോഷ്യലിസ്റ്റ്, തത്വചിന്തകൻ, രാഷ്ട്രീയ സൈദ്ധാന്തികൻ, അതുപോലെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. മതം എന്ന് പറയുന്നത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. മതം എന്ന് പറയുന്നത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞ ആൾ കാറൽ മാക്സ്. കേരള മാക്സ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് കെ ദാമോദരനാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരള മാക്സ് എന്നറിയപ്പെടുന്നത് കെ ദാമോദരനാണ്. 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. 1857 ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച ഒരു സംഭവം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് പറഞ്ഞ ആളാണ് കാറൽ മാക്സ്. വ്ളാഡിമിർ ലെനിൻ, സോവിയറ്റ് യൂണിയന്റെ സ്ഥാപകനായിട്ടിരിക്കുന്ന ആൾ. ലെനിനിസം എന്ന പ്രത്യയശയത്തിന്റെ ഉപജ്ഞാതാവ് വ്ളാഡിമിർ ലെനിൻ. ജോസഫ് സ്റ്റാലിൻ, സോവിയറ്റ് യൂണിയനെ നയിച്ച ആൾ. സ്റ്റാലിനിസം എന്ന ഏകാധിപത്യ രാഷ്ട്രീയ വ്യവസ്ഥ കൊണ്ടുവന്ന ആൾ. സോഷ്യലിസത്തിന്റെയും തൊഴിലാളി വർഗത്തിന്റെയും ചാമ്പ്യൻ. പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്ന ആൾ. പഞ്ചവത്സര പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജോസഫ് സ്റ്റാലിൻ. ചെഗുവേര, അർജന്റീനക്കാരൻ, സോഷ്യലിസ്റ്റ് വിപ്ലവകാരി, അന്തർദേശീയ ഗറില്ല യുദ്ധങ്ങളുടെ നേതാവായിട്ടിരിക്കുന്നവൻ, ഗറില്ല യുദ്ധങ്ങളിൽ വിരുദ്ധനായിട്ടിരുന്നവൻ, ക്യൂബൻ വിപ്ലവത്തിന്റെ നേതാവ്. ദക്ഷിണ അമേരിക്കയിൽ ഉടനീളം യാത്ര നടത്തി ജനങ്ങളെ, പാവപ്പെട്ടവരെ, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ ചെഗുവേര. ഇതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തി ഫിഡൽ കാസ്ട്രോ, ക്യൂബയുടെ ഭരണത്തലവൻ. പതിറ്റാണ്ടുകളോളം ക്യൂബയുടെ ഭരണത്തലവനായിരുന്നവൻ. ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് ഇരുന്ന ആള്. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ചെയർപേഴ്സൺ ആയിട്ടിരുന്ന ആള്. ചരിത്രം എനിക്ക് മാപ്പ് നൽകും എന്ന് പ്രഖ്യാപിച്ച ആള്. മഹത്തായ മൂല്യങ്ങളുള്ള മനുഷ്യനെന്ന് ചെഗുവേരയെ പറ്റി പറഞ്ഞ ആള് ഫിഡൽ കാസ്ട്രോ. മാവോ സേതുങ്, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിപ്ലവകാരി, ഗറില്ല യുദ്ധതന്ത്രജ്ഞൻ, മാർക്സിസ്റ്റ് ചിന്തകൻ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലവനായിട്ടിരുന്ന ആൾ. PRC, പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന, അതിന്റെ സ്ഥാപകനായിട്ടിരുന്ന ആൾ. മാർക്സിസം ലെനിനിസം ചേർത്തിട്ട് മാവോയിസം, മാർക്സിസവും ലെനിനിസവും ചേർത്ത് മാവോയിസം രൂപകൽപ്പന ചെയ്ത ആൾ. ചെയർമാൻ മാവോ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ നായകനായിട്ടിരുന്ന ആൾ. ചൈനയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച ആൾ. റെഡ് ആർമിയുടെ തലവനായിട്ടിരുന്ന ആൾ. മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് നടന്നു. ലോങ് മാർച്ച് നയിച്ച ആളാണ് മാവോ സേതുങ്. മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈന റിപ്പബ്ലിക് ആയത് 1949 ഒക്ടോബർ 1-ാം തീയതി. ചൈനയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് മാവോ സേതുങ്. അധികാരം തോക്കിൻ കുഴലിലൂടെ എന്ന് പ്രഖ്യാപിച്ച ആൾ. 100 പൂക്കൾ വിരിയട്ടെ, 100 ചിന്തകൾ ഉണരട്ടെ എന്ന് പ്രഖ്യാപിച്ച മാവോ സേതുങ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വന്നത് 1939, 1940 കാലഘട്ടങ്ങളിലായിരുന്നു. ഒരുപാട് കേരള കമ്മ്യൂണിസ്റ്റ് മഹാത്മാക്കൾ ഉണ്ടായിരുന്നു. അവരിൽ പ്രധാനിയാണ് AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്ന AK. 1936 പട്ടിണി ജാഥ കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് നയിച്ച AK ഗോപാലൻ. ലോകസഭയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രതിപക്ഷ നേതാവ് AK. ഇന്ത്യൻ കോഫി ഹൗസ് തൃശൂരിൽ 1958 സ്ഥാപിച്ച സ്ഥാപകൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനായിട്ടിരിക്കുന്ന AK. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന AK. സെന്റർ എവിടെയാണ്? AK സെന്റർ തിരുവനന്തപുരത്താണ്. എന്നാൽ AK ഭവൻ ഡൽഹിയിലാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് AKജിയെ കുറിച്ച് പഠിക്കാനുണ്ട്. അത് ഒരു സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് എടുക്കുന്നതാണ്. അതുപോലെ പി കൃഷ്ണപിള്ള സഖാവ് എന്ന് ആദ്യമായിട്ട് അറിയപ്പെട്ട ആൾ പി കൃഷ്ണപിള്ളയാണ്. സഖാക്കളുടെ സഖാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പി കൃഷ്ണപിള്ളയാണ്. സഖാക്കളെ മുന്നോട്ട് എന്ന് അവസാനമായിട്ട് പ്രഖ്യാപിച്ച, തന്റെ ജീവിതാവസാനത്തിൽ എഴുതി വെച്ച ആൾ ആരാണ്? അത്
പി കൃഷ്ണപിള്ളയാണ്. ഉപ്പ് സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിലെല്ലാം പങ്കെടുത്ത നേതാവ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് മണിമുഴക്കിയ അബ്രാഹ്മണൻ അത് പി കൃഷ്ണപിള്ളയായിരുന്നു. ഉശിരുള്ള നായർ മണിയടിക്കും, എന്നാൽ എച്ചിൽ പെറുക്കി നായർ പുറത്തടിക്കും എന്ന് പറഞ്ഞ, ഉറക്കെ പറഞ്ഞ, ധൈര്യത്തിൽ പറഞ്ഞ പി കൃഷ്ണപിള്ള. ഏറ്റവും കൂടുതൽ ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് പീഡനം അനുഭവിച്ച, യാതനകൾ അനുഭവിച്ച പി കൃഷ്ണപിള്ള. EMS നമ്പൂതിരിപ്പാട്, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് തുടങ്ങി ഒരുപാട് വിശേഷണങ്ങളുള്ള EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ച് ഒരു ഫുൾ ക്ലാസ് തന്നെ നമ്മൾ തരുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും മാത്രം മനസ്സിലാക്കുക. കേരളത്തിലെ സമുന്നതരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരു വലിയ പേര് തന്നെയാണ് EMS നമ്പൂതിരിപ്പാടിൻ്റെത്. ഇനി C അച്യുതമേനോൻ, ആദ്യമായിട്ട് കാലാവധി തികച്ച മുഖ്യമന്ത്രി, ആദ്യമായിട്ട് 2 തവണ മുഖ്യമന്ത്രിയായ ആൾ, ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ ആൾ, തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ ആൾ C അച്യുതമേനോനായിരുന്നു. ആദ്യമായിട്ട് കേരളത്തിലെ ധനമന്ത്രിയായത് അതും C അച്യുതമേനോനായിരുന്നു. എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ C അച്യുതമേനോനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതും നമുക്ക് മനസ്സിലാക്കാം. C അച്യുതമേനോനെ കുറിച്ച് PSC ചോദിച്ചിട്ടുള്ള പ്രധാന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഒരു ക്ലാസ് വരുന്നതാണ്. അതുപോലെ ഏറ്റവും പ്രധാനിയാണ് EK നായനാർ. EK നായനാരെ സംബന്ധിച്ചും ഒരുപാട് പഠിക്കാനുണ്ട്. എങ്കിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത മുൻ മുഖ്യമന്ത്രി ആരെന്നാണ്. അതാരാണ്? അത് നായനാരാണ്, EK നായനാരാണ്. അതുപോലെ VS അച്യുതാനന്ദനെ കുറിച്ച് പ്രധാനപ്പെട്ട ഒരു ചോദ്യം, പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത മുൻ മുഖ്യമന്ത്രി, അത് VS അച്യുതാനന്ദനാണ്. ഇങ്ങനെ ലോകത്തിലും കേരളത്തിലും ഇന്ത്യ തലത്തിലും ഒരുപാട് കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുണ്ട്. PSCക്ക് വളരെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇവരെ പറ്റി ചോദിച്ചിട്ടുമുണ്ട് PSC പല എക്സാമുകളിലും.